ഈ പാലത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ട് അങ്ങോട്ട് കയറാൻ തന്നെ ഒന്നുമല്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അതാകെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുകയാണ്. എപ്പോഴാണ് ഇത് താഴത്തേക്ക് വീണതെന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിൽ നിൽക്കുകയാണത്. അപ്പോഴാണ് ഒരു ചേട്ടൻ്റെ ഒരു പോക്ക് കണ്ട് ടൂ വീലറിന് ഇതിനെ കൂടി കയറി. അപ്പോൾ തന്നെ ഞാൻ ക്യാമറ എടുത്ത് അപ്പുറത്തേക്ക് കൂടി പോയിട്ടാ. അപ്പോൾ നമുക്ക് ഈ ഹാങ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയി എന്നാൽ ഇത് എവിടെയാണെന്ന് അറിയണ്ടേ? ഇത് ചൊക്കനയാണ്. ആ ചൊക്കനയിലേക്ക് നമുക്കൊന്ന് പോയാൽ നമ്മളിപ്പോൾ ആ ചൊക്കനയിലേക്ക് എത്തിക്കേണ്ട. ചൊക്കനയിലൊരു ഹാങ് ബ്രിഡ്ജ് ഉണ്ട്. നമ്മളുടെ ചിമ്മിനി ഡാമിലൊക്കെ പോകുന്ന വഴിയാണ് ഇത്. ചിമ്മിനിയൊക്കെ ഡാമിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇങ്ങോട്ടൊക്കെ കയറി പോകാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് ഈ ചൊക്കന എന്ന് പറയുന്നത്. ചൊക്കന ഹാങ് ബ്രിഡ്ജാണ്. ഈ ഹാങ് ബ്രിഡ്ജിലേക്ക് ഒരുപാട് പേരൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായി. പക്ഷേ ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് കേട്ടോ. ഇത് അന്യർക്ക് പ്രവേശനമില്ലാന്ന് ബോർഡുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇത് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. കാരണം അതിൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാൻ സാധിക്കില്ല കേട്ടോ. കയറാൻ തോന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് കയറാതിരിക്കുന്നത് നല്ലത്. ഞാൻ അങ്ങോട്ട് കയറിയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്തായാലും നമുക്കൊന്ന് കാണണമല്ലോ. ഇതുണ്ട് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കയറിയിട്ടുണ്ടെങ്കിൽ ഇടിഞ്ഞ് വീഴാവുന്ന രീതിയിലായിട്ട് നിൽക്കുന്നത്. ഇവിടുത്തെ പണിക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ റബ്ബർ തോട്ടത്തിലെ പണിക്കാരും എല്ലാവർക്കും പോകാൻ വേണ്ടിയാണ് മാത്രമാണ് ഈ ഹാങ് ബ്രിഡ്ജ് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇതിൻ്റെ മേലേക്ക് കയറി ഇതിൻ്റെ അവസ്ഥ ഒന്ന് നോക്കിയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് മേലേക്ക് നോക്കുമ്പോൾ കണ്ട അക്കരെയൊക്കെ വശത്തൊക്കെ അങ്ങേ വശമൊക്കെ ആകെ ഇതേപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ദ്രവിച്ച മരങ്ങളും അതേ കൂട്ട് തന്നെ അപ്പുറത്തൊക്കെ ഇത് കൂട്ട് തന്നെ ദ്രവിച്ച മരങ്ങൾ തന്നെ ഉണ്ടാകും. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് നോക്കിയത്. കാരണം നമ്മൾ അങ്ങോട്ട് കയറിയിട്ടൊരു പ്രശ്നമൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കി വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ പോകുന്ന വഴി തന്നെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടെയും ഒരു ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. ആ ഹാങ്ങിങ് ബ്രിഡ്ജിൽ ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് പേര് ഇവിടെ കയറി നിൽപ്പുണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജിൽ. ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട് മറ്റുള്ളവർ ഇതിൻ്റെ അകത്തേക്ക് കയറരുതെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെയും ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് അപകടാവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത്. നമ്മൾ ചിമ്മിനി ഡാമൊക്കെ പോകുന്ന വഴിയാണ്. ബ്രിഡ്ജിൽ കയറി നേരെ ഇപ്പുറത്തേക്ക് വന്നിട്ട് കുറച്ച് ആളൊക്കെ കയറുന്നുണ്ട്. നേരെ ഇപ്പുറത്തേക്ക് വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ നടക്കുന്ന സമയത്തായിട്ട് ഒരു ചേട്ടൻ്റെ ടൂ വീലറിന് അങ്ങോട്ട് പോകുന്നത്. ആൾക്കാർ തന്നെ ഇതിനകത്ത് ഒരു കണക്കിനാണ് പോകുന്നത്. ഇവിടുത്തെ ചേട്ടനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ സ്ഥിരം പോകുന്ന ചേട്ടനാണ്. നമ്മളാരും അത് അനുകരിക്കാൻ പാടില്ല കേട്ടോ. ഈ ടൂ വീലറിന് ഇതിനകത്തേക്ക് കയറരുത്. കാരണം ആൾക്കാർ തന്നെ ഒരു കണക്കിനാണെങ്കിൽ പോകുന്നത്. ഇവിടുത്തെ നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഹാങ് ബ്രിഡ്ജ് നിർത്തിയിരിക്കുന്നത്. ഇവിടുന്ന് കയറുന്നത് തന്നെ വളരെ അപകടം നിറഞ്ഞൊരു സംഭവമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് കയറുമ്പോൾ സൂക്ഷിച്ച് കയറാം കേട്ടോ. പതിയെ കയറാം, പിടിച്ച് കയറാം. വളരെ നല്ല ആട്ടം തന്നെയാണ്, ഭയങ്കര ആട്ടം തന്നെയാണ് ഈ ഹാങ് ബ്രിഡ്ജ് കയറിയിട്ട്. അതേപോലെ തന്നെ ഇത് കണ്ട ആകെ പൊട്ടിപ്പൊളിഞ്ഞിടയ്ക്കാണ്. അപ്പോൾ ആ ചേട്ടൻ പോകാൻ കണ്ടപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് പുറകെ ക്യാമറയായിട്ട് വന്നതാണ്. ഇത് കണ്ട നമ്മൾ ഈ പോകുന്ന വെക്കണ്ട ഈ വശത്തൊക്കെ ആകെ ഒരു കാല് തെറ്റിയിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് പോകും. ആ രീതിയിലാണ്. അതേപോലെ തന്നെ ഇട്ടേക്കുന്ന ഇതൊക്കെ ദ്രവിച്ച് കിടക്കുകയാണ്. മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ദ്രവിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പട്ടകളൊക്കെ അകലത്തിലാണ് അടിച്ച് വെച്ചിരിക്കുന്നത്. കാല് നമ്മൾ താഴത്തേക്ക് വെച്ച